പരിശുദ്ധ ബറാഅത്തിന്റെ രാവ്. അൽഹംദുലില്ലാഹ്, ആ ഒരു ദിവസം തന്നെ പൂർണ്ണമായി ഒളോടുകൂടി ഇരിക്കാൻ ശ്രമിക്കുക. രാത്രിയും പകലും ആയിക്കോട്ടെ. കുറച്ച് നമ്മൾ എത്രയാണ് അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുക? നിങ്ങൾ അത്രയും അള്ളാഹുവിന് വേണ്ടി ആ ദിവസം ഉറക്കം വീണോ എന്നൊന്നും ചോദിക്കരുത്. നമുക്ക് അള്ളാഹ് എന്തൊക്കെ നിഅമത്ത് തന്നു, നമ്മളൊന്ന് കുറച്ച് ഖുർആൻ ഓതി, കുറച്ച് ദിക്ർ ചൊല്ലി ഒന്ന് ഉറക്കം ഒഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഒരു ശ്രമം ഈ വർഷം നമുക്ക് നടത്തിക്കൂടെ? ഒരു ശ്രമം. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ ബറാഅത്തും മിനന്നാർ, ബറാഅത്തും മിനദ്ദുനൂബ്, നരകത്തിൽ നിന്നുള്ള മോചനവും പാപങ്ങളിൽ നിന്നുള്ള മോചനവുമാണ്. അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യേണ്ട രാത്രിയാണ് ബറാഅത്തിന്റെ രാത്രി. ഇസ്തിഗ്ഫാർ ഒരു 111 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ദിക്ർ, ഇസ്തിഗ്ഫാറിന്റെ ദിക്ർ ഒരുപാടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞ് നിങ്ങൾക്കൊരു ഭാരമാക്കി തരുന്നില്ല. മിൻകുല്ലി ദംബിൻ വഖത്തിയത്തിൻ വഅതൂബുലി, അങ്ങനെ തുടങ്ങുന്ന ഒരുപാടുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒക്കെ ചൊല്ലിയാൽ വലിയ കൂലിയാണ്. പ്രത്യേകിച്ച് ബറാഅത്തിന്റെ ദിവസം അന്ന് പകലും. ഇപ്പൊ നമ്മൾ അസർ കഴിയുമ്പോഴാണ് ആ രാവ് തുടങ്ങാം. ബറാഅത്തിന്റെ ദിനത്തിൽ അസർ കഴിഞ്ഞ രാവ് തുടങ്ങും. അസ്തഗ്ഫിറുല്ലാഹൽ അദീം മക്കളൊക്കെ വിളിച്ച് ഒളുവെടുത്ത്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഭാര്യ മക്കൾ കുടുംബം നിസ്കരിക്കുന്ന റൂമിൽ ഇരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹന്റെ മലക്കുകൾ നോക്കൂലേ? പടച്ചോനെ, ഒരു കുടുംബം ഹൃദയം തുറന്ന് നിന്നോട് കൈനീട്ടുകയാണല്ലോ. അല്ലാഹുവേ, അവരെ പാപങ്ങൾ പൊറുക്കണം. ഇസ്തിഗ്ഫാർ പാപം പൊറുക്കാൻ വേണ്ടി മാത്രമല്ല, മക്കളുണ്ടാവാൻ, ഐശ്വര്യമുണ്ടാകാൻ, ബറക്കത്തുണ്ടാവാൻ, വിശാലതയുണ്ടാവാൻ ഒക്കെ ഇസ്തിഗ്ഫാർ നല്ലതാണ്. എല്ലാ കാര്യത്തിനും ഇസ്തിഗ്ഫാർ നല്ലതാണ്. ഒരു 111 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലാം. അത് കഴിഞ്ഞിട്ട് ബറാഅത്തു മിനന്നാറാണ്, നരകമോചനമാണ്. അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ, നനയുന്ന കണ്ണോടുകൂടി അള്ളാഹുവിനോട് നരകമോചനം ചോദിക്കുക. ആ ദിവസം തന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന കുറെ കോടാനുകോടി അടിമകളുണ്ടെന്നാണ്. അള്ളാഹുവേ, അതിനകത്ത് ഉൾപ്പെടാൻ വേണ്ടി അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ. വാപ്പയും ഉമ്മയും മക്കളും നമ്മളങ്ങനെ ചേരി തിരിയരുത്. ദുനിയാവിന് വേണ്ടി അങ്ങനെ വേട്ട നായ്ക്കളെ പോലെ ഓടി നാവ് നീട്ടി അലയരുത്. നിസ്കരിക്കുന്ന റൂമിലോ ഒരു സ്ഥലത്തിരുന്നിട്ട് ഇങ്ങനെ ഹാളിലോ എവിടെയെങ്കിലും ഇരുന്നിട്ട് അങ്ങനെ നോമ്പോടുകൂടി സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അള്ളാഹു കാരുണ്യവാനല്ലേ. ആ നരകമോചനം അള്ളാഹുവിനോട് കൈ ഉയർത്തിയിട്ട് തേടുക, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ചോദിക്കാം. പിന്നെ നമുക്ക് 3 യാസീൻ ഓതണമല്ലോ നമ്മുടെ ദീർഘായുസ്സിന് വേണ്ടി. അള്ളാഹുവിലേക്ക് നമുക്ക് ദുആ ചെയ്യണം. പടച്ചവനെ, ഞങ്ങൾക്ക് ദീനിന് വേണ്ടി ജീവിക്കാനുള്ള ആയുസ് നൽകണം പടച്ചോനെ. ഒന്നാമത്തെ യാസീൻ അങ്ങനെ നിയ്യത്ത് ചെയ്യുക. യാസീൻ ഓതുന്നതിന് മുമ്പ് തന്നെ പടച്ചോനെ, ഇതിന് ഞങ്ങളുടെ ദീർഘായുസ്സിന് വേണ്ടിയാണ് അല്ലാഹ്. ഇനിയും നമുക്ക് ശഅബാൻ വേണം, ഇനിയും നമുക്ക് റമളാൻ വേണം. രണ്ടാമത് ഭക്ഷണ വിശാലത. യാസീന് മുമ്പ് നിയ്യത്ത് ചെയ്യണം, അല്ലാഹുവേ, ഞങ്ങളുടെ ഭക്ഷണത്തിന്റെ ബറക്കത്തിനാണ് യാസീൻ. ഭക്ഷണത്തിന് ബറക്കത്ത് വേണം, ദാരിദ്ര്യം വരാൻ പാടില്ല, കിട്ടുന്ന ഭക്ഷണം ഹറാമിൻ്റെതാവാൻ പാടില്ല. വളരെ ലോകത്തെന്തൊക്കെ അണുബാധ വന്നാലും, കച്ചവടം പൊളിഞ്ഞാലും, ഉപരോധം വന്നാലും, എവിടെയൊക്കെ യുദ്ധം നടന്നാലും, അല്ലാഹുവേ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ബറക്കത്ത് ഞങ്ങളുടെ അരുമ മക്കൾ കഴിക്കുന്ന, നിങ്ങൾ കഴിക്കുന്ന ആ ഭക്ഷണത്തിന്റെ ബറക്കത്തിന് വേണ്ടി അല്ലാഹുവിനോട് നിയ്യത്ത് ചെയ്ത് ദുആ ചെയ്തിട്ടാണ് യാസീൻ. മൂന്നാമത്തത് ആഖിബത്ത് നന്നാവണ്ടേ, ആഖിബത്ത് നന്നാവണ്ടേ, ഈമാനോടെ മരിക്കണ്ടേ. എങ്ങനെയെങ്കിലും വഴിയോരത്ത് കിടന്ന് കന്നുകാലികളെ പോലെ ചത്തൊടുങ്ങിയാ മതിയോ? മഹാന്മാര് മുഴുവനും ചെയ്ത ദുആ, സുന്നത്തിന്റെ കൊടിമരം പോലെ ജീവിച്ച മഹാനായ ഫത്തുഹുൽ ഫത്താഹിന്റെ രാജാവ്, മലബാറിന്റെ മദീന മനസ്സിന്റെ അകത്ത് കൊണ്ടു നടന്ന മഹാനായ ശൈഖുനാ തിപ്പറ്റ ഉസ്താദ് പോലും എപ്പോ കണ്ടാലും മുതഅല്ലിമീങ്ങളോട്, ഉസ്താദുമാരോട്, സാദാത്യങ്ങളോട് പറഞ്ഞിരുന്നത്, മക്കളെ, ആഖിബത്ത് നന്നാവാൻ ദുആ ചെയ്യണമെന്നാണ്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബത്തനാ. ഇതൊക്കെ നിയ്യത്ത് ചെയ്ത് ദുആ ചെയ്ത് ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി കരഞ്ഞ് തൗബ ചെയ്തിരിക്കേണ്ട രാത്രിയാണ് നോമ്പ് നോറ്റിരിക്കേണ്ട പകലും രാവുമാണ്. അതിനെ നമ്മൾ അനാവശ്യമായി ചെലവഴിക്കരുത്, അതിനെ നമ്മൾ ഹറാമിന് വേണ്ടി മാറ്റിവെക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ശഅബാൻ വിളിച്ചു പറയുന്ന ഒന്നാമത്തെ കാര്യം എന്റെ രാത്രികളെ പാഴാക്കരുത് എന്നാണ്. രാത്രികളെ പാഴാക്കരുത് എന്നാണ്. ശഅബാൻ മാസത്തിന്റെ ബറാഅത്തിന്റെ മറ്റൊരു പുണ്യമുണ്ട് സഹോദരിമാര്. പിന്നെ എനിക്ക് ഒരുപാട് ഖുർആനൊക്കെ ഓതാണ്ട്, അതുകൊണ്ട് ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങാം എന്ന് തീരുമാനിക്കണ്ട. നമ്മൾ എന്ത് ചെയ്യുക? ഭർത്താവിന് മക്കൾക്ക് വീട്ടിൽ തന്നെ നോമ്പുകാരായി ഭക്ഷണം തയ്യാറാക്കി അടുക്കളയ്ക്കകത്ത് നിങ്ങൾ നിൽക്കുന്ന നിമിഷത്തിന് പോലും അള്ളാഹുവിന്റെ അടുത്ത് ബറാഅത്തിന്റെ ദിനത്തിൽ വലിയ കൂലിയാണ്. അല്ലെങ്കിൽ തന്നെ അതിന് കൂലിയുണ്ട്.
പക്ഷെ ഈ ബറാത്ത് നോമ്പ് നോറ്റിരിക്കുന്ന ഭർത്താവിന് നോമ്പ് തുറക്കാൻ ഭക്ഷണം തയ്യാറാക്കാണ്, അവർക്ക് അത്താഴം കൊടുക്കാൻ അതിനുവേണ്ടി തയ്യാറെടുക്കാണ്, ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നുണ്ട് അടുക്കളയിൽ, അതിന്റെ കൂടെ ഇതൊക്കെ ചെയ്യാണ്, അതിന്റെ കൂടെ മക്കളെ കുളിപ്പിക്കുന്നു, അതൊക്കെ ചെയ്യുന്നു. അല്ലാഹുവേ, എന്റെ ബറാത്ത്, എന്റെ ശഅബാൻ, മനസ്സിൽ ആ നീറുന്ന ചിന്തയോടെ ഉദ്യാപനത്തെ പെങ്ങള് അടുക്കളയിലും തന്റെ കുടുംബത്തിനും വേണ്ടി ജോലി ചെയ്താൽ ആ പെങ്ങൾക്ക് പോലും അള്ളാഹു പ്രത്യേക പദവിയാണ് ഓരോ ശ്വാസോശ്വാസത്തിലും അള്ളാഹു കൊടുക്കുന്നത്. നഷ്ടപ്പെടുത്തരുത് പെങ്ങളെ. ഇന്ന് നോമ്പായതുകൊണ്ട് ഫുള്ള് കടന്നാക്കാം എന്നല്ല തീരുമാനിക്കേണ്ടത്. കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്ത ഭക്ഷണം ബറക്കത്തിന് വേണ്ടി ചോദിക്കുന്ന ദിവസമല്ലേ നമ്മുടെ ഭക്ഷണത്തിന്റെ ബറക്കത്തിന്. അള്ളാഹു നമുക്കൊക്കെ ബറക്കത്ത് നൽകട്ടെ.